കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ अब दिखा रहे हैं भेजा उसने ഇന്ന് രാത്രിയിലോ? ഇത്രയും കാശൊക്കെ ഷൈനയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ये तो चुप से बैठे हैं। ഷൈനയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എന്താ വഴി? डर गया वो പറയടാ, നീയല്ലേ ഷൈനിക്ക് കാശ് കൊടുത്ത്? ഷൈനി നീയായിട്ട് എന്താ ഇടപാട്? എന്തിനാ നീ അവളെ കൊന്ന? ഇന്റർനെറ്റ് ബാങ്ക് പാസ്വേഡ് അറിയോ? അറിയാം. പാസ്വേഡ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ലക്ഷങ്ങൾ കൊടുത്ത കഥ ഞാനങ്ങ് വിശ്വസിച്ചു. കാശ് കൊടുത്തിട്ടും തീരാത്ത എന്ത് തർക്കമാണ് നിങ്ങൾ തമ്മിലുണ്ടായത്? സാർ, ഒരു തർക്കമില്ല സാർ. ഒരു हाँ इसको कुछ तो पता है। എടാ, ഷൈനി ആത്മഹത്യ ചെയ്തായിരിക്കുമെന്ന് നീ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴേ ഞാൻ ഊഹിച്ചു നിനക്കെന്തോ വലുത് ഒളിപ്പിക്കാനുണ്ടെന്ന്. सबसे ज्यादा अब यही छुपा रहा है। अच्छा 5 लाख इसने दिए। അഞ്ചു ലക്ഷമാണോ നീ ഷൈനിക്ക് കൊടുത്ത്? അപ്പൊ ബാക്കി 5 ലക്ഷം ഷൈനി മൂലം പ്രശ്നം ഇത് ആദ്യമായിട്ടൊന്നും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇവന്റെ കള്ളത്തിനെ ഒളിപ്പിടിച്ചു. എനിക്ക് ഒളിക്കേണ്ട കാര്യങ്ങൾ പച്ച കള്ളവാ സർ ജിതേഷ് പറഞ്ഞത്. അതെ. ഏഴേകാലിന് ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടൻ വിളിച്ചപ്പോഴല്ലേ മെറീൻ പാർട്ടിയിലാണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചത്. ये भी छुपा रही कुछ। हाँ ये कब से മുമ്പ് चुप അയച്ച बैठी है। മെസ്സേജിന് 10 മണി കഴിഞ്ഞിട്ടാണോ ചേട്ടൻ റിപ്ലൈ അയക്കുന്നത്? ഒക്കെയാണ് എഴുതുന്നത്. ഹോപ്പ് യു ആർ ഓക്കെ, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. उठा लेंगे। अब फंस जाएगी। അത് സാരമില്ല, ആവശ്യം നമ്മുടെ ആയിപ്പോയില്ലേ. മെറിൻ ഞാൻ പറയുന്ന മാത്രം സംസാരിച്ചാൽ മതി. രാത്രി ഇനിയും വിളിക്കണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ വിളിക്കാൻ. आ गया उसका कॉल बैक। ചേട്ടനെ ഇപ്പൊ തിരിച്ചു हैं? इसको पैसे मिलने थे क्या? ഹലോ ഹലോ ഹലോ, എന്താ മോളെ പ്രശ്നം? बैंक इसको भेज दो पैसे। കേൾക്കുന്നില്ലേ? ये भी छुपा रही है। പ്രശ്നമൊന്നുമില്ല. കാശ് കിട്ടിയെന്ന് പറയാൻ വിളിച്ചതാ. ഓക്കെ. ये दोनों मिले हैं शायद, ऐसा लग रहा है मुझे। वैसे इसने तो बताया नहीं। अच्छा സത്യം പറയണം. പറയുന്ന हाँ उसको तो पता ही नहीं था കാശ് उस बारे തിരിച്ചു में। വെച്ച് നിങ്ങൾ തടി ഊരിയാൽ ഇരിക്കാൻ ഞാൻ വേണ്ടി അതിൽ ഇടപെടത്തില്ല. കള്ളം പറഞ്ഞ ഒരു കാര്യമില്ലാതെ മനുഷ്യൻ കള്ളം പറയില്ല. ജിതേഷ് ഇതുവരെ കള്ളം മരണത്തിനും പങ്കുണ്ട്. अब बताएंगे। മെറിൻ, बताएंगे वो। ജിതേഷേ, നമ്മൾ രണ്ടും കൂടെ ആരതിന് മുമ്പിൽ ജിതേഷ് നോക്ക്, നമ്മൾ ഇതൊക്കെ അന്നേ അവസാനിപ്പിച്ചതല്ലേ. എന്റെ പേര് വരാതെ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം. എന്നെ ഇതിലേക്ക് വലിച്ച ഇത് സോൾവ് ചെയ്യാം. ആദ്യം क्या സിദ്ധുവിന്റെ കാര്യം. सीक्रेट है? അവന്റെ കല്യാണം വരെ കുഴപ്പത്തില്ല. ജിതേഷ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരത്തില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പിടിച്ചിരിക്കാൻ ശ്രമിക്കും. എനിക്കിപ്പോ ഇതേ പറയാൻ പറ്റൂ മെറിൻ. तब आई थी ये। അപ്പോഴത്തെ ഒരവസ്ഥയിൽ हैं? ഞാൻ എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് തുറന്നു പറഞ്ഞു. ഒരു കാര്യവുമില്ല, രക്ഷപ്പെടാൻ ഒരു വഴി കാണണം, അല്ലെങ്കിൽ നിന്റെ ജീവിതം തീർന്നു. ये तो ठीक लग रही थी, बिल्कुल नहीं। अच्छा पैसे के लिए ഈ ബാങ്കറി എന്റെ അവസ്ഥ നിങ്ങളിപ്പോ കണ്ടതാണല്ലോ. ആ ജോണിന്റെ മെസ്സേജ് എല്ലാരും കേട്ടപ്പോ എനിക്കങ്ങ് इसने बोला था ചത്താ മതിയെന്നാ रुपए लेने के തോന്നിയത്. लिए। ഇത് വാങ്ങാം.
ആ ഫിദയായിട്ടുള്ള എല്ലാ ഇടപാടും തീർക്കണം. अच्छा ചേച്ചി 10 ലക്ഷം രൂപ गेम सर्विस ने करवाया था फिर अच्छा तब मांगे थे इसने अपने भाई से पैसे. നീ നിന്റെ ചേട്ടനോട് ചോദിക്കേ, അയാളുടെ കയ്യിൽ പൂത്ത കാശല്ലേ, വെറുതെ വേണ്ട, കടമായിട്ട് മതി. എനിക്ക് ये भी जॉग हो गया. ഞാൻ പോന്നു കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. എന്ത് സംഭവിക്കാൻ? ജിതേഷിനോടും പണം വാങ്ങിച്ച ജിതേഷുമായോ മെറിനുമായോ വഴക്കുണ്ടായി കാണും. നിങ്ങളിൽ ഒരാൾ ഒറ്റയ്ക്കാണോ देखो അതോ इसने രണ്ട്? मारो वो जरूर. അതങ്ങനല്ല സാർ നടന്നത്. പിന്നെ എങ്ങനെയാണ്? നീ മഹാകള്ളന. क्या था उसका प्लान? ചോദിച്ചത് എന്തായിരുന്നു ഷൈനയുടെ പ്ലാൻ? അതെന്നോട് പറഞ്ഞില്ല സാർ. ഒരു ബ്രഹ്മാസ്ത്രം കയ്യിലുണ്ട്, അത് ബിജു ഒന്നിങ്ങോട്ട് വന്നേ. आधे घंटे में 9 से 9:30. CCTV ഒന്ന് നോക്കണം. ആനിയെ ഷൈനി വിളിച്ചത് സിദ്ധാർത്ഥ് ഫോൺ എടുക്കുന്നില്ലെന്നും ആനി ഷൈനിയെ സപ്പോർട്ട്. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ആണുങ്ങളിലെ സിദ്ധാർത്ഥമായിട്ട് ഏറ്റവും ഇഷ്യൂ ഉണ്ടാക്കിയ സക്കറിയല്ലേ? അപ്പൊ ആനിയെല്ലാം ആനി കള്ളമാണ് പറയുന്നത്. എല്ലാ ഇടപാടുകളും കഴിഞ്ഞ ശേഷം 9:07 ഷൈനി ആനിയെ വിളിക്കുന്നത്. അന്നേരം സിദ്ധാർത്ഥന്റെ കാര്യം എന്തിനാ പറയുന്നത്? ഷൈനി അന്നേരം എന്നെ വിളിച്ചത് ഇതെങ്ങനെയും സോൾവ് ആക്കാൻ കൂടെ നിൽക്കണമെന്ന് പറയാനാ. സർ ഞാനെപ്പോഴേ പറ്റില്ല എന്ന് പറഞ്ഞു. फंस गई. പിന്നെന്തിനാ നിങ്ങൾ സിദ്ധാർത്ഥ് പറഞ്ഞ കഥ വിശ്വസിക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചപ്പോ കൈവക്കിയത്? സർ ചില കാര്യങ്ങൾ തമ്മിൽ കണക്ട് ആകും. ബാക്കിയുള്ളവരൊക്കെ കൂടെ നിൽക്കും, ആനി മാത്രം കൂടെ നിൽക്കില്ല എന്ന 10 सेकंड. ഷൈനി എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കുറേ ശ്രമിച്ചു. കൂട്ടത്തിൽ മെറിന്റെയും ജിതേഷിന്റെയും കാര്യങ്ങളും പറഞ്ഞു. അതെ मिले थे ये भी. നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ടില്ലേ? അതിനു വേണ്ടിയല്ലേ ഷൈനി വിളിച്ചേ? സർ ഷൈനി എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് ആനി പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഷൈനി എന്ത് ഭ്രാന്തായി പറയുന്നേ? ഏതെങ്കിലും ഒരു പെണ്ണിന് ജിതേഷ് റെഡിയാണ്. അതുകൊണ്ട് അച്ഛാ, എന്നെ इसको ചെറുക്കുള്ള पैसे പെണ്ണിനെ देंगे. കൂട്ടിക്കൊണ്ട് വരാൻ പറ. അതവന്റെ നാട്ടിലുള്ള പെണ്ണാ, അവളിപ്പോ എബ്രോഡാ. അതൊന്നും इसने किया नहीं था इसका എന്തൊരു काम. സ്ത്രീയാ നിങ്ങള്? സക്കറെ എതിർത്തിട്ട് പോലും നിങ്ങളെ സഹായിച്ചു കൂടെ നിന്ന് എന്നോട് നിങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ തോന്നി? മെറിന്റെയും ജിതേഷിന്റെയും കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് മുഴുവൻ ജോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഷൈനി നിങ്ങളെ വിളിച്ച് സംസാരിച്ചത്. सबके सब അപ്പൊ छुपाए കാശ് ഓഫർ ചെയ്യുന്ന ഒരു रहे. അല്ലെങ്കിൽ ഈ കൂട്ടത്തിലുള്ള ആരുടെയോ? എന്റെ കയ്യിൽ ഒരു രഹസ്യവും ഇല്ല. തന്റെ കയ്യിൽ ഒരു ബ്രഹ്മാസ്ത്രല്ലേ? പറയാനുമില്ല. സർ ഷീസ് ക്യാരിങ്. അവൾ ഇങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്യരുത്. कच्चे से उठ गया था खड़ा. എന്റെ ഭാര്യ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഇരിക്കണം അവിടെ. സാർ ഇരിക്കാൻ ഇരിക്കേ. ഗർഭക്കേസ് നിങ്ങളോട് ഏറ്റെടുക്കാൻ പറയാൻ ഷൈനിക്ക് വട്ടല്ലേ? സാർ സാർ പിന്നെ ഷൈനിയും കോട്ടേജ് വിട്ട് പോയിട്ടുണ്ട്. പിന്നെ അവർ തിരികെ വന്നിട്ടില്ല. വ്യൂ പോയിന്റിന്റെ അവിടെയുള്ള വിഷ്വൽസോ? इससे मना गया था शायद. हाँ. ആദ്യം ഇതൊക്കെ ചോദിച്ചപ്പോ ഓ അപ്പൊ സക്രയുടെ ഐഡിയ ആണ് അല്ലേ അത്? എന്തിനാ സക്രിയ കള്ളം പറയാൻ പറഞ്ഞേ? ഇവൾക്ക് ഭയങ്കര സങ്കടവും ഷോക്കുമായി. നീ അനുഭവിച്ചോ?
അത് ഞാൻ തിരിച്ചു കൊടുത്ത് കഴിഞ്ഞ മാസമാണ്. അപ്പോഴാണ് അവിടെ പുതിയ സഹായം. ആ പിശാച് കുടുംബം തകർക്കും. അതായത് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ചു മുമ്പ് ആനിയുടെ പൈസ ഇടപാടിനെ കുറിച്ച് പറഞ്ഞപ്പോ ആനി കൊളി അങ്ങനല്ല നിങ്ങൾ പറഞ്ഞത്. സർ കൊടുത്തു എന്നാ പറഞ്ഞ. ഇല്ലില്ല, നിങ്ങൾ അങ്ങനല്ല പറഞ്ഞ. ആനി, ഹർഷന്റെ നമ്പർ ഇല്ലേ? ഹർഷൻ ഫോൺ എടുക്കുവാണ്. ഇവിടെ ആകെ പ്രശ്നമാണ്. ആനി സക്കറിയും ഹർഷന്റെ കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കാണെന്ന് പറയണം. अच्छा ആനി ആനി നീ ഇങ്ങനെ പാനിക് ആവല്ലേ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവള് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന. मोबाइल में रिकॉर्ड पता चल गया. ഹലോ ആനി. ഹലോ देखो ആനി. ആനി, നീ मोबाइल वीडियो का राज है. സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ച ഇതൊന്നും കിട്ടില്ലല്ലോ അല്ലേ? इसको पता नहीं है. മൊബൈൽ വീഡിയോ अच्छा. ആനി ഹർഷനും തമ്മിലുള്ള ഒരു വീഡിയോ ആണ് ഷൈനയുടെ ബ്രഹ്മാസ്ത്രം അല്ലേ? हाँ ഇങ്ങനെയാണ് ഷൈനയെ കൊന്നതെന്ന് പറഞ്ഞാൽ മതി. സർ ഇല്ല സർ. अच्छा वीडियो कितनी साइनी देख लिया था साइनी ने. अच्छा उसने खुद ही बनाया था वीडियो. अच्छा कोई और था. वही हडसन बोर्ड है ना जैसे. ये अच्छा ओ भयंकर. अच्छा ब्लैकमेल किया तभी उसने. हाँ അതെ സർ. ഷൈനയുടെ കയ്യിൽ ശരിക്കും ആ വീഡിയോ ഉണ്ടോ? എനിക്കറിയില്ല സർ. വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും വാങ്ങിച്ച പൈസ എല്ലാം എന്തെങ്കിലും. നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? ഇല്ല സർ. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? പോരെ. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. रुपए के लिए केस. ഇവിടെ നീ എന്നെ സഹായിച്ചേ പറ്റും. എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ब्लैकमेल किया उसने. फिर से പിന്നെ ഞാൻ നല്ലൊരു തുക വാങ്ങിത്തരാം. ആനി तो कुछ असर ही नहीं हो रहा. മൊബൈലിലുണ്ട്. അവള് പറയുന്നത് ഇപ്പോഴും ആ വീഡിയോ അവളുടെ കയ്യിൽ ഉണ്ടെന്നാ. എനിക്കറിയില്ല. ഇത് ചെയ്യില്ല. നിനക്കൊരാവശ്യം വന്നപ്പോ സഹായിച്ചത് ഞാനാ. അത് നീ മറക്കരുത്. അതിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നീ കുറെ പൈസ വാങ്ങിയിട്ടുള്ളതല്ലേ? പറയാൻ പോവാ. എനിക്കിനി ഒന്നും നോക്കാനില്ല. ആനി കള്ളമാണ് പറയുന്നത്. സർ അല്ല സർ. ओ സംസാരിച്ചുകൊണ്ടിരുന്ന ആനി അവിടെ എത്തിയ ഷൈനി തന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഷൈനിയുടെ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ആനി ഷൈനിയെ തള്ളി താഴേക്കിട്ടു. കള്ളം പറയാൻ തീരുമാനിച്ചു അല്ലേ? അല്ല സർ. अच्छा तब नहीं बताया इसने इसको. ഹർഷന്റെ കാര്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. मरी कैसे फिर वो. എനിക്കൊരു പങ്കുമില്ല. कुछ राज बताया उस पुलिस वाले ने. अब वो खोल सकता है. कैसे मरी क्या मरी. क्या पता चला होगा. साढ़े 9 बजे गई थी. റൂമിലേക്ക് എത്തിയത് റമണി. ഏകദേശം ഒരു 9:30 മണിയായി കാണും സർ. इन्हीं में से होगा कोई और. कौन होगा? सारे फोन ले रहा. എല്ലാരും ആ മൊബൈൽ ഇങ്ങ് തരൂ.
ഈ സംഭവം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ മാരുതിയും റൂമിൽ തന്നെയായിരുന്നു. അതെ ഏ അതെ. ഇയാള് പറയുന്നത് സത്യമാണോ? ഉണ്ടായിരുന്നു. ഷൈനയുടെ റൂമിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം മെറിൻ എപ്പോഴാ പുറത്തേക്ക് പോയത്? ബഹളം കേട്ടിട്ട്. ഒറ്റയ്ക്കുണ്ടായിരുന്നു फिदा ये तो എന്നല്ലേ പറഞ്ഞേ? स्मोकिंग कर रही थी. അപ്പൊ ആ സമയത്ത് റൂമിൽ ഇല്ലാതിരുന്ന ഒരേ ഒരാൾ ഫിദയാണ്. देखा नहीं. जो करेगी सर हाँ ये बोल. അന്നേരം ഫിദ എവിടെ കണ്ടായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. ആ സമയത്ത് ഇതപ്പോ ഫിദ എവിടെ ആയിരുന്നു? സർ, ഇടയ്ക്ക് ഞാനൊന്ന് സ്മോക്ക് ചെയ്തോണ്ട് അല്പം നടന്നായിരുന്നു. മഴയത്തോ? मैसेज आ गया. അറിയില്ല, ഓക്യുപ്പൈഡ് അല്ലാത്തൊരു കോട്ടേജ് ആയിരുന്നു തോന്നുന്നു. इन्हीं के बीच है. सैम जिसने मारा क्या? वो बैंक. हैं? സാം എന്തിനാ മെറിൻ ഷൈനയ്ക്ക് 5 ലക്ഷം രൂപ കൊടുത്തത് നിങ്ങൾക്കറിയാമായിരുന്നു? ഇല്ല സാർ, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഈ ചൈന അറിയത്തില്ല. बैंक करिए. ഇന്ന് 1000 റുപ്പീസ് ഷൈനയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേ ഇപ്പൊ തന്നെ. पैसे ट्रांसफर करने के लिए क्यों बोल रहे हैं? സാർ ചോദിച്ചു നോക്ക്. ഈ ചൈന എൻ്റെ കൂടെ ആയിരുന്നു. യു ഡു ദ ട്രാൻസ്ഫർ. ओ फंस गया. അതായത് बहुत बड़ा ഹോട്ടലിൽ व्यवस्था നിന്ന് था. നിങ്ങളുടെ മുറിയിലെത്താൻ पैसों का 18 भूखा. देखो आगे रुपए मरेंगे. सैम के फोन पे आया. ओहो इसके फोन में कैसे आया? കണ്ടോ മെറിൻ ചെയ്ത ഫണ്ട്? അല്ല, എന്നാൽ നിങ്ങൾ അറിയാതെ സാം അത് ജോയിന്റ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. മെറിൻ അറിയാമായല്ലേ? ഈ ചൈൻ്റെ ക്ലോസ് ഫ്രണ്ടാ. ക്രിമിനൽ ലോയർ. ആ അത് പിന്നെ ബാങ്കിലെ തിരിമറി പ്രശ്നമായപ്പോഴേ ഞാനൊന്ന് ലീഗൽ സൈഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. सेंट जोस. മാത്രമല്ല നീ വക്കീലിനെ വിളിക്കുന്നതിന് മുമ്പ് എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ ചെമ്മീൻ ജോസിന്റെ ഒരു മെസ്സേജ് നിനക്ക് വന്നിട്ടില്ലേ? ഞാനത് വായിക്കാം. വക്കീലിന്റെ കോൾ മീ ഇഫ് റിക്വയർഡിന് ഞാനൊരു മറുപടി അയച്ചു. പോലീസുകാർ ഇവിടെ ചോദ്യം ചെയ്യാൻ. അഡ്വക്കേറ്റ്, വ്യൂ പോയിന്റിൽ ക്യാമറ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ അതെ, പക്ഷെ റിസോർട്ടിന്റെ മറ്റു ഭാഗങ്ങളിൽ किसने मारा को फिर? अच्छा इसी ने मारा था. ഞാനങ്ങ് വരാം. ഈ ചാറ്റുകൾ ഡിലീറ്റ് लेकिन ചെയ്തേക്കാം. क्यों? പേടിക്കണ്ട, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. वजह से मारा होगा. बोलना ही पड़ेगा सर. നീ പറ എന്താ സംഭവിച്ചത്? ഇതിനെ കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ. വേണ്ട സാർ. अच्छा अब दिखा रहे हैं. किसका मैसेज आया इसको? सेंट जोस का. മെറിൻ ഷൈനിക്ക് 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത മെസ്സേജ് കണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. പലപ്പോഴും ഷൈനിയുടെ കോട്ടേജിൽ ആനിയും തൊട്ടുപുറകെ ഷൈനിയും പോകുന്നത് കണ്ടത്. ഈ രാത്രിയിൽ ഇത്രയും ഞാൻ ഷൈനിയുടെ പുറകെ പോയി. നീ എന്തൊക്കെയാ നടക്കുന്നേ? നിനക്കെന്തിനാ മെറിൻ കാശ് തന്നേ? അത് അവളോട് പോയി ചോദിക്കേ. എന്ത് കാര്യത്തിനായാലും ശരി ओ പറ്റിയല്ല. മര്യാദക്കാ കാശ് തിരിച്ചു. 5 ലക്ഷം നീ അവളെ വെറുതെ അല്ല, അവളുടെ അവിഹിതം ഒളിപ്പിക്കുന്നതിനാ. गुस्से में गिरा दिया उसने. പക്ഷെ ബാങ്കിലെ ക്രമക്കേടിന്റെ പുകമറയിൽ ഞാൻ അല്പം വഴിതെറ്റിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഞാൻ നിന്നെ राज खुल गए सबके सामने. നിയമം തീരുമാനിക്കട്ടെ.
वीडियो थी नहीं इसके पास। തേടുകയാണ് എൻ്റെ ധർമ്മം. सुबह हो गई। ഷൈനിയുടെ മൊബൈൽ കിട്ടി. അതിൽ നിങ്ങൾ रुपए ഭയക്കുന്ന പോലെ लुटने से सुबह भी हो गई. रात भर चली। इनकी सबकी दोस्ती अब खत्म हो जाएगी। तो यहाँ पर ये फिल्म खत्म होती है। 12th मैन सस्पेंस थ्रिलर फिल्म थी। तो जिस तरह से कोर्ट में चलती है तहकीकात, वैसे ही इसमें चल रहा था। एक हॉल में सभी मतलब एक खोजने की कोशिश कर रहा था ना, इन्वेस्टिगेशन ऑफिसर मोहनलाल जिनका कैरेक्टर था चंद्रशेखर। तो चंद्रशेखर उनका नाम था। और तो काफ़ी मतलब माइंड और शार्प तरीके से है ना, उन्होंने अच्छे से हैंडल किया इस केस को। इसमें ऐसा था ना कि मतलब कोर्ट का ड्रामा तो काफ़ी वो होता है, इंटरेस्टिंग होता है, काफ़ी एंटरटेनिंग होता है। पर इसमें ऐसा नहीं था, क्योंकि इसमें मतलब वो उनसे जिस तरह से बातें कर रहे थे, तो एक तो इसमें कैरेक्टर बहुत सारे थे और हम उन कैरेक्टर को पहले से जानते ही नहीं है, क्योंकि उनके बारे में ऐसे कुछ मतलब जैसे हर कैरेक्टर जैसे इस्टेब्लिश किया जाता ना फिल्म में, तो वैसे नहीं था किया हुआ। किसी को एक तरह से इंट्रोड्यूस किया नहीं था। शुरुआत में हल्का दिखाया था उन्होंने, पर वैसे में कुछ याद नहीं आता ना। मतलब उनके एक तरह से हर कैरेक्टर की जो थोड़ा बहुत छोटी सी कहानी जो होती है ना उसके बारे में वो नहीं था दिया हुआ। इसमें 11 कैरेक्टर थे। कहानी उन्होंने थोड़ी भी नहीं दिखाई किसी की। तो उस वजह से फिर समझने में दिक्कत हो रही थी ना। और कैरेक्टर बहुत सारे थे, तो बहुत सारी चीजें फिर कंफ्यूजिंग सी लग रही थी। और मूवी मतलब उतनी वो नहीं बन पा रही थी ना फिर इंटरेस्टिंग। वो एक तरह से मेरे को तो काफी कंफ्यूजिंग सा लगा, फ्लो नहीं बन पा रहा था मूवी के साथ। कभी एक से पूछ रहे थे, फिर दूसरे से पूछ रहे थे, फिर तीसरे से, ऐसे चलने में लगा था। और हर कोई अपनी अपनी बातें बता रहा था, कोई झूठ बोल रहा है, कोई घुमा रहा है। और फिर वो एक जैसे खिचड़ी बनती है ना तो माइंड बिल्कुल वो गया था एक तरह से। मतलब बहुत दिमाग लगाने वाली फिल्म है। और ये था कि मतलब फिल्म को जो है इसका जो भी ड्रामा था ये वो बहुत ज़्यादा कंफ्यूजिंग लगा मुझे। स्टार्टिंग से ही कंफ्यूजिंग था। हाँ, और वो इतना वो नहीं था, मतलब क्लियर नहीं था ना। जैसे कोर्ट रूम का ड्रामा जब फिल्मों में दिखाया जाता है वो तो फिर भी काफी सही होता है, वो तो उसमें तो इतना कंफ्यूजन नहीं होता है। या जो इन्वेस्टिगेशन भी होती है वो भी तो अच्छी रहती है, इंटरेस्टिंग रहती है। लेकिन इनसे जो भी इन्वेस्टिगेशन हुई वो तो वैसे हुई। अब इसमें ऐसी इन्वेस्टिगेशन थी ना कि इसमें मतलब फिल्म जो है ये पूरी एक ही जगह में शूट हुई है। अब इसमें जितने भी कैरेक्टर थे सारे एक ही जगह में अपनी अपनी बातें बोल रहे थे, वहीं का दिखा रहे थे सब। और ऐसा कुछ मतलब वो नहीं हो रहा था कि हम कुछ डिफरेंट कुछ नया देख रहे हैं। इसलिए सोचने समझने में फिर थोड़ा दिक्कत हो रही थी। नहीं मतलब ये था कि कुछ नया नहीं देखने को मिल रहा था ना, क्योंकि सब बस बोल के बता रहे थे, वो दिखा नहीं रहे थे कि किस किस तरह से हुआ ये सब। क्योंकि वो सारी चीजें वहीं की दिखा रहे थे, बस जो वहाँ उन्होंने बोला एक दूसरे से वही सब दिखा रहे थे। और फिर उस वजह से उतने अच्छे से फिर मतलब मजा नहीं आ रहा था फिल्म देखने में। एंगेजिंग नहीं है थोड़ा मूवी ना। मतलब इसमें तो मतलब कहानी वैसे भी थोड़ा कॉम्प्लिकेटेड लगी। नहीं बस स्टार्टिंग में सही लगा, जब जैसे मूवी स्टार्ट हुई थी, फिर वहाँ गए थे, फिर जिस तरह से मोहनलाल सर की जो एंट्री हुई थी, मुझे लगा कि इसमें कोई मतलब ऐसा होने वाला है, कोई मतलब वहाँ उनके साथ कुछ घटना होने वाली है। घटना तो ही नहीं, मतलब कोई उन्हें मारने वाला है ऐसा लगा मुझे। हाँ मुझे वैसा लगा। जिस तरह से होता है ना हॉलीवुड फिल्मों में नहीं होता, वो एक सुनसान जगह पे जाते हैं, फिर वहाँ कोई वैसा होता है। लेकिन इसमें उनकी एक फ्रेंड की डेथ हो गई और उन्हीं में से किसी ने मारा। तो मतलब कहानी में और चीज़ें भी आ सकती थी, लेकिन अगर एक जगह ना बैठ के है ना कुछ वैसे दिखाते, विजुअल दिखा देना, तब ज़्यादा इंटरेस्टिंग होती है फिल्म। और इसमें एक तो कैरेक्टर बहुत सारे थे ना, और फिर उस वजह से मूवी को समझने में दिक्कत हो रही थी। फिर
बहुतों ने सब कुछ छुपा रखा था, बहुतों ने कुछ न कुछ छुपाए रखा था, इसीलिए हर कोई डर रहा था फोन को सब नहीं छुपा रखा था कुछ ना कुछ, और कोई क्लियरली बता भी नहीं पाता। मुझे वहां तक मूवी सही लगी जब गेम शुरू हुआ, जब मोहनलाल सर की एंट्री हुई, फिर वो सब जो चल रहा था वो बार बार डिस्टर्ब कर रहे थे और अपनी शराब के लिए उन्होंने उसे भेजा भी था, फिर वो शराब लेके नहीं आया, फिर वहाँ भी आगे जब वो पार्टी कर रहे थे तो वहाँ भी उन्होंने डिस्टर्ब किया, और फिर जब उन्होंने गेम शुरू किया वो खेलना, तब मुझे ऐसा लगा कि मतलब मूवी वैसी होने वाली, कुछ इंटरेस्टिंग होने वाली। बाकी जो फिदा थी जो लड़की, उसने नहीं छुपाया ना कुछ, उसने सब कुछ बता दिया था सच, उसका सीक्रेट नहीं था उसका कुछ भी ना, बाकी सबका था कुछ ना कुछ सीक्रेट, उसका नहीं था बस, वो बिल्कुल क्लियर थी, इसलिए गेम शुरू उसी ने ही किया था शायद ना, सबसे पहले उसने गेम शुरू किया। क्योंकि उसका ये था ना कि उसे कुछ ऐसा वो डर नहीं था, हाँ वो अकेले रहते थे, सीक्रेट खुल जाएंगे, सबसे अलग ही रहती थी वो, अलग भी नहीं, पर ये था कि उसका कोई वो नहीं था ना लाइफ पार्टनर, क्योंकि उसका तो शायद क्या डिवोर्स हो गया था शायद, सेपरेटेड, हाँ, तो उस वजह से फिर अब वो किसी दो पार्टनर के बीच में थोड़ी जाएगी। हाँ, जब वो सब साथ में बैठे थे तब तो थी उनके साथ वो, तो वहाँ तक मुझे सही लग रहा था कि अब कुछ मूवी में कुछ मतलब ऐसा होने वाला है इंटरेस्टिंग, पर वैसा कुछ हुआ नहीं, वो मूवी और ज़्यादा कॉम्प्लिकेटेड होती गई धीरे धीरे। और जब इन्वेस्टिगेशन शुरू हुई तब तो मतलब बहुत ज़्यादा वो गया था, ब्रेन बिल्कुल एग्जॉस्ट हो गया था, सोच के हाँ वो सारी चीज मतलब हाँ सुन के उसको समझना भी, मतलब समझने में काफी दिमाग लगाना पड़ रहा था। अब कैरेक्टर इतने सारे थे तो पता नहीं चल रहा था कि किस कैरेक्टर का क्या राज है और कौन किससे क्या कनेक्शन है, बहुत सारी चीजें थी इसमें। बाकी मोहनलाल सर की कमाल की एक्टिंग थी। हाँ, एक्टिंग तो सबकी अच्छी थी। हाँ, मोहनलाल सर का जो था ना, जिस तरह से डरा रहे थे उन्हें, जिस तरह से बातें कर रहे थे, तो मतलब एक बहुत अच्छा कैरेक्टर लग रहा था। हाँ, बिल्कुल वैसे ही कर रहे थे जैसे कोई कॉप होता है, इन्वेस्टिगेशन ऑफिसर करता है। और बाकी मूवी की जो विजुअल्स थे वो बहुत अच्छे थे, और जो लोकेशन थी जहाँ उन्होंने शूट किया था वो भी बहुत अच्छी थी। बहुत अच्छी थी। बस ये था कि फिल्म की जो स्क्रिप्ट है वो थोड़ा वो है, वीक थी। हाँ, एक तरह से वीक ही बोल सकते हैं, बहुत कंफ्यूजिंग थी। हाँ, बहुत ज़्यादा। तो यहाँ पर फिल्म खत्म होती है 12th मैन। अगर आपको वीडियो पसंद आता है तो लाइक कीजिए, शेयर कीजिए और चैनल को जरूर सब्सक्राइब कीजिए। मिलेंगे नेक्स्ट मूवी के साथ। थैंक यू सो मच। थैंक यू सो मच। थैंक्स फॉर वॉचिंग।